ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററിലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ്, നികുതി, സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. Unique focus of the institute is in the making of medical devices which are world class, highly effective, at the same time indigenous and cost effective. It is also satisfying to note that nearly 7 to 8 technologies are being transferred every year by this institute, and even this year there are at least 7 technologies which are going to be transferred to the industry. ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും 9ാമത് G. പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും പങ്കെടുക്കുകയായിരുന്നു അവർ. ശ്രീചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും രോഗി പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും.
വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹമാധ്യമക്കുറിപ്പിലൂടെ അനുശോചനം അറിയിച്ച അദ്ദേഹം പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം മെയ് 26-നെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നഡ്ഡ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നഡ്ഡ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960-ൽ ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മെയ് 16 പ്രകാശ ദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30-നാണ് മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16 രൂപ 50 പൈസയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.